മൂന്നാം മോദി സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞയ്ക്ക് ഇനി മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കെ തുടക്കത്തിലെ തന്നെ കല്ലുകടിയാണ്. പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുന്നുവെന്ന് രാജീവ് ചന്ദ്രശേഖർ. തെരഞ്ഞെടുപ്പ് തോൽവി മൂലമല്ല തീരുമാനമെന്നും വിശദീകരണം. ട്വിറ്ററിലൂടെയാണ് തീരുമാനം അറിയിച്ചത്. വിവരങ്ങൾ വിഷ്ണു തലവൂർ നൽകും. വിഷ്ണു, സത്യപ്രതിജ്ഞയ്ക്ക് ഇനി ഏതാനും മിനിറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഈ സമയത്താണ് NCPയുടെ പരാതികൾ വരുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് രാജീവ് ചന്ദ്രശേഖർ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ മന്ത്രികളെ നിശ്ചയിച്ചത് സംബന്ധിച്ച് കേരളത്തിലെ BJPയിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഭാഗമായി ഇതിനെ കാണാമല്ലോ. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ബിനു, തീർച്ചയായിട്ടും മൂന്നാം മോദി സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞയ്ക്ക് നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് കൂടുതൽ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കല്ലുകടിയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നത്. തുടക്കത്തിൽ NCPയുടെ ഭാഗത്തു നിന്നായിരുന്നു ഒരു അതിർത്തി രേഖപ്പെടുത്തിയതെങ്കിൽ NCPക്ക് ക്യാബിനറ്റ് പദവി നൽകാത്തതിൻ്റെ പേരിലായിരുന്നു NCP വലിയൊരു അതിർത്തി രേഖപ്പെടുത്തുകയും സഹമന്ത്രി സ്ഥാനം വേണ്ട എന്ന് കൃത്യമായി തന്നെ പറഞ്ഞുകൊണ്ടാണ് NCP അവരുടെ ഒരു അതിർത്തി രേഖപ്പെടുത്തിയത്. അതിന് തൊട്ടു പിന്നാലെയാണ്, അതായത് നരേന്ദ്രമോദി മൂന്നാമതും പ്രധാനമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്യാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഭാഗത്തു നിന്നും മറ്റൊരു അതിർത്തി കൂടി ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. രാജീവ് ചന്ദ്രശേഖർ അല്പം മുന്നേ എക്സിലൂടെ അറിയിച്ചിരിക്കുന്നത് താൻ തൻ്റെ 18 വർഷത്തെ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുകയാണ് എന്നൊരു കാര്യമാണ്. അത് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ തൻ്റെ 18 വർഷത്തെ പൊതുസേവനം അവസാനിപ്പിക്കാൻ താൻ ഉദ്ദേശിച്ചിരുന്നില്ല. പക്ഷേ ചില കാര്യങ്ങൾ അങ്ങനെയാണ് എന്നതാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു വെക്കുന്നത്. അത് ആ ഒരു കാര്യത്തിൽ തന്നെ വലിയൊരു അതൃപ്തി രാജീവ് ചന്ദ്രശേഖർ കൃത്യമായി തന്നെ പ്രകടമാക്കുന്നുണ്ട്. ഇത്തവണ കേരളത്തിൽ നിന്ന് മന്ത്രിമാരെ പരിഗണിക്കുന്ന സാഹചര്യത്തിൽ ആദ്യം 2 പേരുടെ പേരുകളായിരുന്നു പരിഗണനയിൽ സജീവ ചർച്ചയിലുണ്ടായിരുന്നത്. സുരേഷ് ഗോപിയുടെയും അതോടൊപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖരൻ, അതോടൊപ്പം തന്നെ ജോർജ് കുര്യൻ്റെയും പേരുകളാണ് തുടക്കത്തിൽ പരിഗണനയിലുണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് ഇടയ്ക്ക് ഒരു സമയത്ത് രാജീവ് ചന്ദ്രശേഖരൻ്റെ പേരും മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതായിട്ടുള്ള ചർച്ചകൾ, അത്തരം ചില ചർച്ചകൾ കൂടി നടന്നിരുന്നു. പക്ഷേ അവസാന ലാപ്പിൽ രാജീവ് ചന്ദ്രശേഖരന് മന്ത്രിസ്ഥാനം ലഭിക്കാതെ പോകുന്നു. കഴിഞ്ഞ 2ാം മോദി സർക്കാരിൽ മന്ത്രിയായിരുന്ന ആൾ കൂടിയാണ് രാജീവ് ചന്ദ്രശേഖർ. പക്ഷേ മൂന്നാം ടൈമിലേക്ക് മോദി സർക്കാർ കടക്കുമ്പോൾ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് മത്സരിക്കാനെത്തുന്നു. പക്ഷേ അവിടെ വലിയ ഒരു പോരാട്ടം തന്നെ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഭാഗത്തുനിന്ന് തിരുവനന്തപുരത്തുണ്ടാകുന്നു. ഒരു ഘട്ടത്തിൽ ശശി തരൂർ തോൽക്കുമെന്നുള്ള ഒരു സാഹചര്യം പോലും സൃഷ്ടിച്ചെടുക്കാൻ രാജീവ് ചന്ദ്രശേഖരന് കഴിഞ്ഞിരുന്നു. പക്ഷേ എന്നിട്ട് പോലും രാജീവ് ചന്ദ്രശേഖരന് ഒരു മന്ത്രിസ്ഥാനം ലഭിക്കാതെ പോകുന്നു. ആ ഒരു മന്ത്രിസ്ഥാനം ലഭിക്കാത്തതിൽ ഒരു അതൃപ്തി പോലും രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ എക്സിൽ കുറിച്ചിരിക്കുന്ന വാചകങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. കഴിഞ്ഞ 18 വർഷത്തെ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുന്നു എന്ന് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ കൂട്ടിച്ചേർക്കുന്നത്. എന്തായാലും നിലവിൽ മോദി സർക്കാരിനെ സംബന്ധിച്ചുകൊണ്ട് അത്ര ശുഭസൂചകമായിട്ടുള്ള തുടക്കമല്ല ലഭിക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഈ ഒരു NCP അജിത് പവാർ പക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയൊരു അതൃപ്തി, ആ ഒരു അതൃപ്തിക്ക് പുറമെ ക്യാബിനറ്റ് പദവിക്ക് വേണ്ടി കുറച്ച് ദിവസങ്ങൾ കൂടി കാത്തിരിക്കാമെന്ന് അജിത് പവാർ പറയുന്നതിലെ ആ ഒരു പ്രശ്നം കൂടി BJPക്ക് മുന്നിലുണ്ട്. ആ ഒരു താക്കീത് കൂടി BJP മുന്നിലുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ 18 വർഷത്തെ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുകയാണ് എന്ന രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒരു പ്രസ്താവന കൂടി വന്നിരിക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഇനി വരുന്ന സമയങ്ങളിൽ മന്ത്രിമാരുടെ പോർട്ട്ഫോളിയോ ഏതൊക്കെ വകുപ്പുകൾ എന്ന കാര്യത്തിൽ കൂടി നാളെയോടുകൂടി വ്യക്തത വരുന്ന ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ കൂടുതൽ പൊട്ടിത്തെറികളിലേക്ക് പോകാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു. BJP താക്കോൽ സ്ഥാനങ്ങൾ കൈവിടാൻ തയ്യാറല്ല. പക്ഷേ താക്കോൽ സ്ഥാനങ്ങൾ പലതും വേണമെന്നുള്ള ആവശ്യത്തിൽ ഘടകകക്ഷികൾ JDU ആയാലും TDP ആയാലും ഒക്കെ തന്നെ ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ കൃത്യമായിട്ട് ഈ പോർട്ട്ഫോളിയോ വിഭജിച്ച് നൽകാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ വലിയ തലത്തിലേക്കുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് തന്നെയായിരിക്കും BJP ഇനിയും കടക്കുക. ബിനു, തീർച്ചയായും വിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മന്ത്രിസ്ഥാനങ്ങളെ ചൊല്ലി സ്വാഭാവികമായും വലിയൊരു പ്രതിഷേധത്തിന്
തിരി കൊളുത്തുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുന്നതാണ് രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ NCPയിലെ അസ്വാരസ്യങ്ങൾ, അതോടൊപ്പം തന്നെ ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്കൊക്കെ കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ്, അതുകൊണ്ട് തന്നെ മന്ത്രിമാരെ തെരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ കേരളത്തെ സംബന്ധിച്ച് വരികയാണെങ്കിൽ കേരളത്തിൽ വളരെ വർഷങ്ങളായി BJPക്ക് വേണ്ടി ജോലി ചെയ്യുന്നവരെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഇത്തരത്തിൽ ഉള്ള ചില രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അതൊക്കെ തന്നെ വലിയൊരു രോഷം അണികൾക്കിടയിലും അടക്കമുണ്ടാകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട സ്ഥാനാർത്ഥി എന്ന നിലയിൽ പൊതുസേവനം അവസാനിപ്പിക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ല, പക്ഷേ ചില കാര്യങ്ങൾ അങ്ങനെയാണ് എന്ന രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. വലിയ അസ്വാരസ്യങ്ങൾ കേരളത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം മുരളീധരൻ പക്ഷം, സുരേന്ദ്രൻ പക്ഷമൊക്കെ തഴയപ്പെടുന്ന സാഹചര്യം, ശോഭാ സുരേന്ദ്രൻ അടക്കം ദീർഘകാല പൊതുപ്രവർത്തനത്തിൽ രംഗത്ത് നിൽക്കുന്നവരൊക്കെ തന്നെ തഴയപ്പെടുന്നൊരു സാഹചര്യത്തിലേക്ക് ആ ഒരു സാഹചര്യം ഏത് തരത്തിലായിരിക്കും മറികടക്കാൻ കഴിയുക? വിഷ്ണു. ബിനു, തീർച്ചയായിട്ടും BJPയെ സംബന്ധിച്ചുള്ള വലിയ പ്രതിസന്ധി അല്ലെങ്കിൽ കീറാമുട്ടിയും അതുതന്നെയാണ്. കാരണം ഒരു ഭാഗത്ത് ഘടകകക്ഷികളായിട്ടുള്ള TDPക്ക് പുറമെ മറ്റ് പാർട്ടികൾ JDU ഉൾപ്പെടെയുള്ള പാർട്ടികളെയാണ് BJPക്ക് ഇനി 5 വർഷം സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ കൂടെ കൂട്ടി ഒരു സഖ്യം തകരാതെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുള്ളത്. പക്ഷേ നിലവിലത്തെ ഒരു സാഹചര്യം നമുക്ക് നിതീഷ് കുമാറിൻ്റെ കാര്യമായാൽ പോലും കൃത്യമായി തന്നെ അറിയാം. ഏതൊരു സാഹചര്യത്തിലും കാലുമാറാൻ ഒരു കുഴപ്പവുമില്ലാത്ത നേതാവാണ് നിതീഷ് കുമാർ. അത് കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ തന്നെ നമ്മൾ പലതവണ അത്തരത്തിൽ നിതീഷ് കുമാറിൻ്റെ കാൽമാറ്റം കണ്ടതാണ്. അതുകൊണ്ട് തന്നെ നിതീഷ് കുമാർ മുന്നോട്ട് വയ്ക്കുന്ന ഉപാധികൾ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നതായിരിക്കും BJP പരമാവധി. ഇനി BJP ആ തരത്തിലായിരിക്കും BJP മാക്സിമം മുന്നോട്ട് പോവുക. അതിനപ്പുറത്തേക്ക് നിതീഷ് കുമാറിനെ അവഗണിക്കുന്ന ഒരു സാഹചര്യമുണ്ടായാൽ മൂന്നാം മോദി സർക്കാർ ഏത് നിമിഷം വേണേലും താഴെ പോകാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിട്ടുവീഴ്ചകളിലൂടെ മാത്രമാണ് ഇനി മോദി സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയുക. അതിനപ്പുറത്തേക്ക് കഴിഞ്ഞ 2 തവണയും നമ്മൾ കണ്ടതുപോലെ ഒന്നാം മോദി സർക്കാരായാലും രണ്ടാം മോദി സർക്കാരായാലും പ്രവർത്തിച്ചതുപോലെ ഒരു ഏകാധിപത്യ രീതിയിൽ BJPക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയില്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുക. അതിൻ്റെ ചില ഉദാഹരണങ്ങൾ കൂടിയാണ്. ഈ സത്യപ്രതിജ്ഞയ്ക്ക് ഇനി 7 മിനിറ്റ് മാത്രമാണ് ബാക്കിയുള്ളത്. ഈ ഒരു ഘട്ടത്തിൽ പോലും നമുക്ക് കാണാൻ കഴിയുന്നത് വലിയ തലത്തിലുള്ള അതൃപ്തി പല ഭാഗങ്ങളിൽ നിന്നും പുകയുന്ന ഒരു സാഹചര്യം BJPക്ക് മുന്നിലുണ്ട്. പ്രതിജ്ഞാ ചടങ്ങിന് മുന്നോടിയായി പോലും മന്ത്രിമാരുടെ വകുപ്പുകൾ പോർട്ട്ഫോളിയോ പോലും നിശ്ചയിക്കാൻ BJPക്ക് കഴിയാതെ പോകുന്ന സാഹചര്യം കൂടിയാണ് നമ്മൾ കാണുന്നത്. ഇതിനു പുറമെ കേരളത്തിലും വലിയ തലത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്ന ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നുള്ള സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. കാരണം പല മുതിർന്ന നേതാക്കളും തഴയപ്പെട്ടു എന്നൊരു കാര്യം അല്ലെങ്കിൽ അത്തരം ചില ചർച്ചകളിലേക്ക് ഇതിനോടകം തന്നെ വഴിവെച്ചിട്ടുണ്ട്. സുരേഷ് ഗോപിക്ക് സ്വാഭാവികമായിട്ടും മന്ത്രിസ്ഥാനം നൽകുന്നു. അത് തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചതു മുതൽ സുരേഷ് ഗോപിക്ക് മന്ത്രിസ്ഥാനം എന്നത് ഏറെക്കുറെ ഉറപ്പിച്ച ഒരു കാര്യമായിരുന്നു. പക്ഷേ അതിൽ തന്നെ വളരെ അപ്രതീക്ഷിതമായിട്ട് അല്ലെങ്കിൽ ഒരു സർപ്രൈസ് എൻട്രിയാണ് ജോർജ് കുര്യൻ്റെ മന്ത്രിസ്ഥാനം എന്ന് പറയുന്നത്. ഇന്ന് രാവിലെ മാത്രമാണ് അത്തരത്തിലൊരു ചർച്ചയിലേക്ക് പോയത്. ബിനു, മറ്റൊരു കാര്യം കൂടി നമുക്കിപ്പോൾ കൂട്ടിച്ചേർക്കാനുള്ളത്, ഇന്ന് 72 മന്ത്രിമാരായിരിക്കും സത്യപ്രതിജ്ഞ ചെയ്യുക. 30 ക്യാബിനറ്റ് മന്ത്രിമാരായിരിക്കും അതിലുണ്ടാവുക. അത്തരത്തിൽ 30 ക്യാബിനറ്റ് മന്ത്രിമാർ, 36 സഹമന്ത്രിമാർ എന്ന തലത്തിലായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോകുക. ആകെ 72 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഉൾപ്പെടെ 72 അംഗ മന്ത്രിസഭയായിരിക്കും അല്പസമയത്തിനകം തന്നെ സത്യപ്രതിജ്ഞ ചെയ്യുക. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 30 പേർ ക്യാബിനറ്റ് പദവിയായിരിക്കും. 30 മന്ത്രിമാർക്ക് ക്യാബിനറ്റ് പദവി, 36 പേർക്ക് സഹമന്ത്രിസ്ഥാനം, 5 പേർക്ക് സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിസ്ഥാനം. ഈ തലത്തിലൊരു ഡിവിഷനാണ് ഈ 72 അംഗ മന്ത്രിസഭയിൽ നടന്നിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പുതുതായി പുറത്തു വരുന്ന റിപ്പോർട്ട്. ബിനു.